വയനാടുകാരുടെ ഒരു ഭാഗ്യേ പ്രിയനറിഞ്ഞോ? ഏതാണ്? കലണ്ടറാണ്. കലണ്ടർ. കാരണം വയനാട്ടിലെ ആളുകൾക്ക് നമ്മുടെ ഉരുൾപൊട്ടലൊക്കെ വന്നപ്പോൾ വീടൊക്കെ പോയി. ഇതുവരെ വീടൊന്നും കിട്ടിയിട്ടില്ല. വീടില്ലാത്തവർക്ക് ഭിത്തി തൂക്കാൻ കലണ്ടർ കിട്ടി. ഭിത്തി ഇല്ലെങ്കിൽ കലണ്ടറുണ്ടല്ലോ. ഭിത്തി ഇല്ലെങ്കിൽ കലണ്ടർ. ഇനിയിപ്പോൾ പ്രിയങ്ക അടുത്ത് കൊടുക്കാൻ പോകുന്നത് കൈയില്ലാത്തവർക്കെല്ലാം വാച്ച് കൊടുക്കും, സമ്മാനം, പുതുവർഷ സമ്മാനം. കേരളത്തിലെ ഒരു എം പിക്കും തോന്നാത്തൊരു ഐഡിയ, പ്രിയങ്ക ഗാന്ധിയുടെ പടമുള്ള കലണ്ടർ വയനാട്ടിലെ മുഴുവൻ വോട്ടർമാർക്കും കൊടുക്കാൻ പോകുന്നു. വളരെ മധുരം മനോഹരമായ തീരുമാനമാണ്. അപ്പോൾ ഞാൻ കണ്ടു ആ കലണ്ടർ കേട്ടോ. അതിൻ്റെ ജനുവരി മാസത്തിൽ എന്താണെന്നറിയോ? പ്രിയങ്ക തുലാഭാരം എത്തിക്കുന്നു. ഇനിയിപ്പം പെരുന്നാളിൻ്റെ മാസം, ബക്രീദിൻ്റെ മാസം പാണക്കാട് തങ്ങളുടെ കൂടെ ഇഫ്താർ കഴിക്കുന്നത്. ഇനിയിപ്പോൾ ക്രിസ്മസ് വരുമ്പോഴത്തേക്ക്, ഡിസംബർ ആകുമ്പോഴത്തേക്ക് കാഞ്ഞിരപ്പള്ളി താമരശ്ശേരി ബിഷപ്പിൻ്റെ കൈമുത്തുന്ന പടം. ഇപ്പം മതേതരത്വമായി. എന്തൊരു ഊളപ്പരിപാടിയാണ് പ്രിയങ്ക ഗാന്ധി. ഒരു മണ്ഡലത്തിലെ ജനങ്ങൾ വോട്ട് ചെയ്ത് ഒരു ജനപ്രതിനിധിയെ തിരഞ്ഞെടുക്കുന്നു. തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ അവരിടയ്ക്കിടയ്ക്ക് വരും. എന്നിട്ട് ചെറുവയൽ രാമൻ്റെ കൂടെ ഓടും. അതിൻ്റെ പടം എടുക്കാം. ആ പടവും കലണ്ടർ കാണും. അല്ലെങ്കിൽ പിന്നെ ദാമോദരൻ ചേട്ടൻ്റെ ഉണ്ടംപൊരി തിന്നാൻ പോകും. അത് വലിയ സംഭവമാകും. അങ്ങനെ ഇതൊക്കെയാണ് ഒരു ജനപ്രതിനിധി കാട്ടിക്കൂട്ടേണ്ടതെന്ന് ഇവരുടെ ചേട്ടൻപിള്ള, മറ്റവൻ്റെ പേരെന്താ, പപ്പു, മറ്റവൻ പറഞ്ഞാൽ ക്ഷമിക്കണം കേട്ടോ, പക്ഷേ അറിയാതെ വായിന്ന് വന്നതാണ്. അങ്ങനെയൊന്നും പറയാൻ പാടില്ല. നമ്മുടെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവാണ്. അദ്ദേഹത്തിൻ്റെ പാരമ്പര്യം തുറന്നുകൊണ്ടിരിക്കുക. എനിക്ക് കേരളത്തിലെ അന്തംകമ്മികൾ അല്ലെങ്കിൽ SFI, ആർഷോയുടെ SFI ചെയ്തതിൽ ഒരൊറ്റ നല്ല കാര്യം, ഒരൊറ്റ ചിന്താശേഷിയുള്ള പ്രവൃത്തിയെ ഞാൻ കണ്ടിട്ടുള്ളൂ. അതായത് രാഹുൽ ഗാന്ധിയുടെ ഓഫീസിൽ കയറിയിട്ട് ആ കസേരയിൽ ഒരു വാഴ വെച്ചു. SFI ആർഷോയുടെ സംഘടന സമീപകാലത്ത് കേരളത്തിൽ ചെയ്തിട്ട് ഏറ്റവും പ്രതീകാത്മകമായ സതുദ്ദേശപരമായ ഒരു തീരുമാനമായിരുന്നു. നമ്മൾ ആലോചിക്കട്ടെ, ഇപ്പോൾ നമ്മുടെ ഏത് മണ്ഡലത്തിലും, നിങ്ങൾ തിരുവനന്തപുരത്താവട്ടെ, അല്ലെങ്കിൽ ചിറയൻകീഴാവട്ടെ, ആറ്റിങ്ങലാവട്ടെ, പത്തനംതിട്ടയാവട്ടെ, കോട്ടയത്താവട്ടെ, ഏത് പ്രദേശത്തും ആവട്ടെ, നിങ്ങൾക്ക് നിങ്ങളുടെ MPയെ ആവശ്യം വന്നാൽ പോയി കാണാം, അല്ലേ? അതെ, ആവശ്യം വന്നാൽ പോയി കാണാം. നിങ്ങൾക്ക് ഒരു അത്യാവശ്യം വന്നാൽ, ഒരു പ്രശ്നം വന്നാൽ, ഒരു സങ്കടം വന്നാൽ, ഒരു സഹായം വേണമെങ്കിൽ നിങ്ങൾക്ക് മൊബൈലെടുത്ത് നിങ്ങളുടെ MPയെ കുത്തി ഒന്ന് വിളിക്കാം. നിങ്ങൾക്ക് പ്രിയങ്ക ഗാന്ധിയെ വിളിക്കാൻ പറ്റുമോ? രാഹുൽ ഗാന്ധി ഉണ്ടായിരുന്ന സമയത്ത് നിങ്ങൾക്ക് വിളിക്കാൻ പറ്റുമായിരുന്നോ? അതായത് ആക്സസബിൾ അല്ല. നിങ്ങൾ ഇപ്പോൾ ആൻ്റണിയോ അല്ലെങ്കിൽ ഹൈബി ഈഡനോ ഒരു അടുത്ത് വരുമ്പോൾ നിങ്ങൾക്ക് ഓടിച്ചെന്ന് വേണമെങ്കിൽ ആ കയ്യിലൊന്ന് പിടിക്കാം, ഒന്ന് കെട്ടിപ്പിടിക്കാം, കാതിലൊരു രഹസ്യം പറയാം. പ്രിയങ്ക ഗാന്ധിയുടെ അടുത്ത് പോകാൻ പറ്റുമോ? രാഹുലിൻ്റെ അടുത്ത് പോകാൻ പറ്റുമോ? ഉണ്ട കയറും, വെടിയുണ്ട. അപ്പം ജനങ്ങൾക്ക് ഒരു MPയെ, ജനപ്രതിനിധിയെ കൊടുത്തിട്ട് അത് ഏതോ എലീറ്റ് ക്ലാസ്സാണ്, ദന്തഗോപുരത്തിലിരിക്കുന്ന ഒരു MPയെ കൊടുക്കുക. എന്ത് പ്രയോജനം? പണ്ട് ഈ ബനാത്തുവാല എന്ന് പറഞ്ഞൊരു കക്ഷി ഉണ്ടായിരുന്നു, മുസ്ലിം ലീഗിൻ്റെ. അയാൾ എവിടെയോ ബോംബെയിലും കണ്ട് താമസിക്കുന്ന ഒരു തൊപ്പിക്കാരൻ, മലയാളം അറിയത്തില്ല, ഒന്നും അറിയത്തില്ല. ആയുള്ള ഗുണം മുസ്ലിമാണ്. ഇലക്ഷൻ ആകുമ്പോൾ അയാളെ ഇവിടെ നിന്ന് കെട്ടിയിറക്കും, ഇവിടെ ഒരു മണ്ഡലത്തിൽ മത്സരിപ്പിക്കും, ജയിപ്പിക്കും. അയാൾ ജയിച്ച് MP ആയിട്ട് നേരെ അങ്ങോട്ട് പോകും. പിന്നെ 5 വർഷക്കാലം പാർലമെൻറ്റിൽ പോയി തിന്ന് കൊഴുത്ത് സുഖിച്ച് കഴിയുക. ഒരു പ്രയോജനവും ഇല്ല. കേരളത്തിൽ അങ്ങനെയാണ്. ജാതി നോക്കി കുറേ ആളുകൾ എങ്ങ് വിജയിപ്പിച്ചു വിടും. അതാണ് ബനാത്തുവാല എന്ന് പറയുന്ന ഒരാൾ ഏത് നാട്ടുകാരനാണെന്ന് എനിക്കറിയത്തില്ല. ഏതോ വടക്കേ ഇന്ത്യൻ സംസ്ഥാനത്തുള്ളതാണ്. കേരളത്തിൽ ജനിച്ചാൽ പാർലമെൻറ്റിലേക്ക് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും നമുക്ക് മത്സരിക്കാം, ശരിയാണ്. പക്ഷേ ഒരു മതവർഗീയവാദിയെ അയാൾ ആ മതത്തിൽപ്പെട്ട ആളാണെന്നുള്ള ഒറ്റ പരിഗണന കൊണ്ട് മത്സരിപ്പിച്ച് ജയിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു വിശുദ്ധ ഗർഭപാത്രത്തിൽ ജനിച്ച 2 തിരുവവതാരങ്ങൾ, പ്രിയങ്ക ഗാന്ധിയും പപ്പു ഗാന്ധിയും രാഹുൽ ഗാന്ധിയും, ഈ 2 പേരും മലബാറിൽ വയനാട്ടിൽ ഒന്ന് മത്സരിക്കുന്നു, ജയിച്ചങ്ങ് തിരിച്ചു പോകുന്നു. പിന്നെ ഇടയ്ക്ക് ഓണം, വിഷു, സംക്രാന്തി തുടങ്ങിയ സന്ദർഭങ്ങളിൽ വരും. വന്നിട്ട് അവിടെ വരുന്നു ഈ നേരത്തെ പറഞ്ഞ ചെറുവയൽ രാമൻ ചേട്ടൻ്റെ കൂടെ ഫോട്ടോഷൂട്ട്, ദാമോദരൻ ചേട്ടൻ്റെ ഉണ്ടംപുരി, പിന്നെ രാഘവൻ ചേട്ടൻ്റെ പഴംപൊരി, ഇതൊക്കെ കഴിക്കുക, വാർത്തയാക്കുക. ഇതൊക്കെയാണോ ജനസേവനം? ഇതൊക്കെയാണോ ഒരു ജനപ്രതിനിധിയിൽ നിന്ന്, ഒരു പാർലമെൻറ്റ് അംഗത്തിൽ നിന്ന് ഒരു നാട്ടിലെ ജനങ്ങൾ അറിയിക്കുന്നത്? അപ്പോൾ പ്രിയങ്ക തീരുമാനിച്ചു, ഞാനവിടെ പോകണില്ലല്ലോ, എൻ്റെ ഓർമ്മകൾ ഉണ്ടായിരിക്കണം, എനിക്ക് ഇന്ദിരയുടെ മൂക്കുണ്ട്, എൻ്റെ മൂക്കെങ്കിലും കാണുമ്പോൾ ജനങ്ങൾ വികാരഭരിതരായി ആവേശഭരിതരായി നിൽക്കട്ടെ. അതുകൊണ്ട് എൻ്റെ മൂക്കിൻ്റെ പടമുള്ള, മൂക്ക് മാത്രമായിട്ട് എടുത്ത് കൊടുക്കാൻ പറ്റില്ല, അതുകൊണ്ട് ബാക്കി ബോഡി പാർട്സും കൂടെ വെച്ചിട്ടുള്ള വിവിധ രൂപഭാവങ്ങളിലുള്ള കലണ്ടർ അടിച്ച് എല്ലാ വീട്ടിലും കൊടുക്കാൻ തീരുമാനിച്ചു. ഓർമ്മയിൽ ഉണ്ടാവണം ആര്? പ്രിയങ്ക. ഓർമ്മയിൽ ഉണ്ടാവണം പ്രിയങ്ക എന്ന് പറയുന്ന തരത്തിലൊരു കലണ്ടർ അടിച്ചു കൊടുക്കും. ഇപ്പോൾ ഒരു കലണ്ടർ ഒരു ജനപ്രതിനിധി അടിച്ചു കൊടുത്താൽ ഇത്ര തെറ്റാണോ? നിനക്കൊക്കെ വേറെ പണിയില്ലടേ എന്നൊക്കെ തെറി പറഞ്ഞ് കമൻ്റ് ഇടുന്ന ആളുകൾക്ക് സ്വാഗതം, നിങ്ങളിടൂ. എന്തുകൊണ്ടാണ് കേരളത്തിലെ നിങ്ങളുടെ കോൺഗ്രസ് പാർട്ടിയിലുള്ള ഭൂരിപക്ഷം MPമാർ അവരാണല്ലോ, മറ്റാർക്കും ഇത് തോന്നാതിരുന്നത്? കാരണം അവർക്ക് അതിൻ്റെ ആവശ്യമില്ലെന്തേ. അവർ ജനങ്ങൾക്കിടയിലുണ്ട്. കോൺഗ്രസ്സുകാരനാണേലും CPMകാരനാണേലും BJPക്കാരനാണേലും ജനങ്ങൾക്കിടയിലുണ്ട്. സുരേഷ് ഗോപിയുണ്ട്. കേരളത്തിലെ ബാക്കിയുള്ള എല്ലാ കോൺഗ്രസ് MPമാരും പേരിനെങ്കിലും ജനങ്ങൾക്കിടയിലുണ്ട്. ഇവരില്ല.
അപ്പോൾ അവർക്ക് തന്നെ ബോധ്യമായി എനിക്ക് ജനങ്ങളുമായിട്ടൊരു ബന്ധമില്ല, ജനങ്ങൾ എന്നെ പുറംകാലിന് തൊഴിക്കാത്തത് അവർക്ക് അന്ധമായ രാഷ്ട്രീയ മതബന്ധമുള്ളത് കൊണ്ട് മാത്രമാണ് ഈ അവസ്ഥ ഉണ്ടാകുന്നത്, ഞാൻ ജയിച്ചു പോകുന്നത്. അല്ലാതെ ജനങ്ങൾക്ക് വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ടാണ്. കാരണം ജാതിയും മതവും പറഞ്ഞാണ് വോട്ട് പിടിക്കുന്നത്. അതുകൊണ്ട് മാത്രം ജയിക്കുന്നതാണ് കൃത്യമായി ബോധ്യമായുള്ള പ്രിയങ്ക ചേടത്തി തീരുമാനിച്ചതാണ് കലണ്ടർ അടിച്ചു കൊടുക്കുക എന്നുള്ളത്. കലണ്ടർ കൊടുക്കട്ടെ, നല്ലതാണ്. പ്രിയങ്കയുടെ ഓർമ്മയുള്ള കലണ്ടറുകൾ അവിടെ നമ്മുടെ നാട്ടിലൊക്കെ ഭിത്തിയെ കയറുന്നത് എപ്പോഴാണെന്നറിയാം? എപ്പോഴാ മരിച്ചു കഴിഞ്ഞിട്ടാണ്. ഞാനതേക്കുറിച്ചൊന്നും പറയുന്നില്ല. ഏതായാലും ഈ ഭിത്തി കയറാനായിട്ട് പ്രിയങ്ക തീരുമാനിച്ചു എന്ന് മനസ്സിലാകുന്നതിൽ വലിയ സന്തോഷമുണ്ട്. മാത്രമല്ല തള്ളയും മോനും മോളും കൂടി 2 മാസം മുമ്പ് ഒന്ന് വന്നിരുന്നു, ഓർക്കുന്നില്ല, വയനാട് വഴി വന്നിരുന്നു. അതൊരു 15 ഏക്കർ സ്ഥലം മേടിക്കാനാണെന്നുള്ളത് നമ്മൾ ബ്രേക്ക് ചെയ്തിരുന്നു. അന്ന് ചിലരൊക്കെ പറഞ്ഞു പിന്നെ ഇപ്പം മേടിക്കും, നോക്കിക്കോ സ്ഥലം മേടിക്കും. പിന്നെ ഇതിനിടയ്ക്ക് വേറെ കാര്യമുണ്ട്, തള്ള ഇപ്പം രാഷ്ട്രീയം മടുത്തു എന്ന് കരുതി ബില്ലെഴുതാൻ തീരുമാനിക്കുകയാണ്. നമ്മളാണ് പറഞ്ഞത്, ബിൽപത്രം എഴുതാൻ വേണ്ടിയിട്ട് ചാർട്ടേഡ് അക്കൗണ്ടന്മാരെയും അഭിഭാഷകരെയൊക്കെ വിളിച്ചിട്ട് ബില്ലിൻ്റെ ഡ്രാഫ്റ്റ് തയ്യാറാക്കുന്നുണ്ട്. ഭൂരിപക്ഷം സാധനങ്ങളും നമ്മളൊരു വീട്ടിൽ എല്ലാവരും ഗടാഗടിയന്മാർ, ഒരു കൊച്ചു മാത്രം അവശനും രോഗിയുമാണെങ്കിൽ അവന് പ്രത്യേക പരിഗണന കൊടുക്കും അല്ലേ എന്ന് പറയുന്നതുകൊണ്ട് ഒരാണോന്ന് അറിയത്തില്ല. രാഹുൽ ഗാന്ധിക്കാണ് ഭൂരിപക്ഷം കൊടുക്കാൻ പോകുന്നത്. കാരണം എല്ലാ പോരാട്ടത്തിനും എല്ലാ കാവിലെ പൂരത്തിനും തോറ്റു വരുന്ന വരുന്ന നിൻ്റെ മാൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഒടുവിലാൻ പറയുന്നൊരു ഡയലോഗ് ഉണ്ടല്ലോ, അതുപോലെ വരുന്ന മകന് ഹോർലിക്സ് സ്പെഷ്യലായി കൊടുക്കണമല്ലോ, ബൂസ്റ്റ് കൊടുക്കണമല്ലോ എന്ന് പറയുന്ന പോലെ മോന് കൂടുതലായിട്ട് കൊടുക്കാനാണ് കനത്തിൽ അങ്ങനെ എന്തൊരു ഡയലോഗ് ഉണ്ടല്ലോ. ഞാൻ സിനിമ ഡയലോഗ് കനത്തിൽ കനത്തിൽ കൊടുക്കാൻ ഇപ്പോൾ അമ്മച്ചി തീരുമാനിച്ചിട്ടുണ്ട്. അമ്മച്ചി ലണ്ടനിൽ പോകുമെന്ന് പറയുന്നു. ഇപ്പം അങ്ങനെയല്ല, അവിടെ ഇറ്റലിക്കടുത്തൊരു ഐലൻഡ് ഉണ്ട്, ഇവർ വാങ്ങിയിട്ടുണ്ട് അത്രേ, ഒരു ഐലൻഡ്, ഒരു ദ്വീപ്. അങ്ങോട്ടായിരിക്കാൻ പോകാൻ ഉദ്ദേശിക്കുന്നതെന്ന് ഓർക്കുന്നു. അപ്പോൾ പിന്നെ പ്രിയങ്കയ്ക്കും രാഹുലിനും ഇവിടെ വന്ന് താമസിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം. പക്ഷേ മറ്റൊരു കാര്യം, ഇപ്പോൾ കുറച്ച് ദേശീയ തലത്തിൽ വരുന്നൊരു വാർത്തകളെന്നൊക്കെ പറഞ്ഞാൽ പ്രിയങ്ക ഗാന്ധിയെയാണ്, കാരണം 85 തിരഞ്ഞെടുപ്പ് മറ്റോ ഈ ചെങ്ങായി തോറ്റുപോയി, ഇനിയിപ്പോൾ രക്ഷയില്ല. ഇപ്പം തന്നെ ഇന്നലെ അമിത്ഷാ പറഞ്ഞു 2029 നിന്നെ തോപ്പിക്കൊടാന്ന്. 2029 തോപ്പിക്കും, ഇവിടെ ആസാമിലും തോക്കും, ബംഗാളിലും തോക്കും, നീ തോറ്റ് പൊട്ടാറടങ്ങി പോകുന്ന അമിത്ഷാ പറഞ്ഞു, നിന്നെ ജയിപ്പിക്കത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ചെക്കൻ എങ്ങനെ സഹിക്കുമെന്ന് എനിക്കറിയത്തില്ല. അതുകൊണ്ട് കോൺഗ്രസ് പാർട്ടിക്കും സഹിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇനിയിപ്പോൾ അവർ ചെയ്യാൻ പോകുന്നത് മിക്കവാറും പ്രിയങ്കയായിരിക്കും. വാദ്ര വീണ്ടും പറഞ്ഞൊരു വീഡിയോ ഞാൻ ഇന്നലെ കണ്ടു, ഈ രാജ്യത്തെ ജനങ്ങൾ മുഴുവൻ ഞാൻ പാർട്ടിയിലേക്ക് വരാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്, പ്രിയങ്ക ലീഡർഷിപ്പിലേക്ക് വരണമെന്നും അവർ ആഗ്രഹിക്കുന്നുണ്ട്, പാർട്ടി വേണ്ട സമയത്ത് അത് കേൾക്കും എന്ന് പറയുന്നൊരു വീഡിയോ ഞാൻ ഇന്നലെ കണ്ടു. ഞാൻ ട്വിറ്ററിലാണ് കണ്ടത്, എക്സിലാണ് കണ്ടത്. എന്നിട്ട് ഉത്തരേന്ത്യയിൽ നിന്ന് പ്രിയങ്ക ഇനി അടുത്ത തവണ ജയിക്കുകയാണെങ്കിൽ റോബർട്ട് വാദ്ര ആയിരിക്കും വയനാട്ടിലെ സ്ഥാനാർത്ഥി. റോബർട്ട് മറ്റേ റിഹാന ഒരു പയ്യനില്ലേ, റയാൻ ഗാന്ധി, അവൻ ആ കൊച്ചിനെ കൊണ്ടുവന്നിട്ട് കൈപൊക്കി കാണിച്ചായിരുന്നല്ലോ, വയനാട്ടുകാരുടെ സുഹൃത്തെ. അപ്പോൾ ആദ്യമേ ചേട്ടൻ വന്നു, ഇനി അനിയത്തി വന്നു, ഇനി കൊച്ചുമകനും വരുവാണ്, ഭാവിയിലെ രാജകുമാരൻ, ഭാവി പ്രധാനമന്ത്രിയെയും ആവിഷ്കാല പ്രധാന അവനെയും കൊണ്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. ഏതായാലും വയനാട്ടുകാരെ, നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമായിരിക്കുന്നു. നിങ്ങളുടെ MP വിളിച്ചാൽ കിട്ടത്തില്ലെന്നല്ലേ ഞാൻ പറഞ്ഞത്, അങ്ങനെയൊന്നും അല്ലടേ, ഇനി ഞങ്ങളുടെ MP എപ്പോഴും ഞങ്ങളുടെ വീട്ടിലുണ്ടാവും എന്ന് പറയാനുള്ള അസുലഭ സന്ദർഭം വന്നിരിക്കുകയാണ്. രാഹുൽ ഗാന്ധി ജയിക്കട്ടെ, പ്രിയങ്ക ഗാന്ധി ജയിക്കട്ടെ എന്ന് നിങ്ങൾക്ക് ഊണിലും ഉറക്കത്തിലും പറയാനുള്ള ഒരു അസുലഭ സന്ദർഭം. രാവിലെ ഉണരുന്നത് പ്രിയങ്കയുടെ മുഖം കണ്ട്, ഇന്ദിരയുടെ മൂക്ക് കണ്ട്, ഉറങ്ങുന്നതിന് മുമ്പും നരയും കണ്ട്, ഉറങ്ങുന്നതിന് മുമ്പും നിങ്ങൾക്ക് പ്രിയങ്കയുടെ സുസ്മേര വദനം കണ്ട് ഉറങ്ങാൻ, എണീക്കാൻ കാരണം പിന്നെ എണീക്കുമെന്ന് ഉറപ്പൊന്നുമില്ലല്ലോ. മനുഷ്യൻ്റെ കാര്യത്തിൽ ഒരു ഗ്യാരണ്ടി ഇല്ലാത്ത സാധനം മനുഷ്യൻ്റെ ജീവിതമാണ്. എപ്പോൾ ചൈനീസ് സാധനങ്ങളുടെ ഗ്യാരണ്ടി പോലും നമ്മുടെ ഒന്നും ജീവിതത്തിനില്ല. ഏതായാലും നിങ്ങളുടെയൊക്കെ ജീവിതം ധന്യമായി എന്നറിയുന്നതിൽ വലിയ സന്തോഷമുണ്ട്. വയനാട്ടുകാരെ ദൈവം രക്ഷിക്കട്ടെ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്ത്യ ലൈവ് ചാനലിന് നിങ്ങളുടെ സഹായം ആവശ്യമുണ്ട്. സഹായം വേണ്ടത് വളരെ നിസ്സാരമായൊരു സഹായമാണ്. നിങ്ങൾ നമ്മുടെ ചാനലിലെ വീഡിയോ കാണുമ്പോൾ ഇന്ത്യ ലൈവ് എന്നുള്ളതിൻ്റെ IND എന്നുള്ള ആ ലോഗോയിലൊന്ന് വിരലമർത്തിയാൽ അത് സബ്സ്ക്രൈബ് ചെയ്യാനുള്ളൊരു ബാർ തെളിഞ്ഞു വരും. അതിലൊന്ന് വിരലമർത്തി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തണം. ദയവായി നിങ്ങളുടെ സഹായം ഇന്ത്യ ലൈവിന് തുടർന്നും ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു.